അന്ന് ശുണ്ടുവിന് ഒരു പ്രത്യേക അസുഖമുണ്ടായിരുന്നു. മരങ്ങൾ വെട്ടുകയും അത് താഴേക്ക് വീഴുന്നത് നോക്കി പരമമായ ആനന്ദം കണ്ടെത്തുന്നതും. പക്ഷെ ശുണ്ടു വെട്ടുന്നത് ശരിക്കും മരങ്ങളല്ലായിരുന്നു, അതൊരു ചെങ്ങായിയുടെ താടിയായിരുന്നു. വർഷങ്ങളായി ശുണ്ടു ആ താടിക്കുള്ളിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം ആ ചെങ്ങായി അയാളുടെ താടി ഉണക്കിയപ്പോൾ ശുണ്ടു ഒരു പുതിയ മരത്തിന്റെ അടുത്തെത്തി. ആവേശത്തോടെ ശുണ്ടു അത് വെട്ടാൻ തുടങ്ങി. അപ്പൊ തന്നെ ആകാശത്ത് നിന്ന് എന്തോ ഒരു വസ്തു ശുണ്ടുവിന്റെ മണ്ടയ്ക്ക് വീണു. മേഘം പോലെ ഉണ്ടായിരുന്ന അത് ഷേവിംഗ് ക്രീം ആയിരുന്നു. ക്രീം പരന്നതോടെ ചുറ്റും എല്ലാം മാറി. കുറച്ച് സമയങ്ങൾക്കകം ആകാശം ഇരുണ്ടു. പിന്നെ ഒരു വിചിത്ര പ്രകാശം തെളിഞ്ഞു വന്നു. ശുണ്ടു മുകളിലേക്ക് നോക്കിയപ്പോൾ 3 UFOകൾ ആകാശത്ത് അവനെ നിരീക്ഷിക്കുന്നത് കണ്ടു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ട്രിമ്മർ ആയിരുന്നു. കുറച്ച് സമയത്തിനകം ശുണ്ടുവിന് അവന്റെ വീട് നഷ്ടമായി. എന്നാലും ശുണ്ടു തോറ്റു കൊടുക്കാതെ താടിയുടെ മറുവശത്തേക്ക് താമസിക്കാൻ പോയി. പക്ഷെ പെട്ടെന്നൊരു ഭൂകമ്പം പോലെ വലിയ കുലുക്കമുണ്ടായി. അത് ആ ചെങ്ങായി അയാളുടെ താടി ബ്രഷ് ചെയ്യുകയായിരുന്നു. ഈ ദുരന്തത്തിന് ശേഷം ശുണ്ടു ക്ഷീണിച്ച് കുറച്ചു നേരം വിശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു വലിയ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ചൂട് കൂടിക്കൊണ്ടേയിരുന്നു. ശുണ്ടുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല, വെന്തുരുകാൻ തുടങ്ങി. കാരണം ആ സമയം ആ ചെങ്ങായി സൂര്യന്റെ ചോട്ടിൽ നിൽക്കായിരുന്നു. ദുരിതം അനുഭവിക്കാൻ ശുണ്ടുവിന്റെ ജീവിതം ഇനിയും ബാക്കി. എങ്ങനെയോ അതിജീവിച്ച് കുറച്ച് താടി ഭാഗങ്ങൾ ശേഖരിച്ച് ഭക്ഷണമായി വെച്ചു. എന്നാൽ പെട്ടെന്ന് മറ്റൊരു ദുരന്തം. ആ ചെങ്ങായി താടിയിലേക്ക് മൗത്ത് വാഷ് വീഴ്ത്തി. അത് ശുണ്ടുവിന് വലിയ സുനാമി പോലെയായിരുന്നു. ആ സുനാമിയിൽ ശുണ്ടു ഒഴുകിപ്പോയി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ജസ്റ്റിസ് ഫോർ ശുണ്ടു എന്ന് കമന്റ് ചെയ്യൂ.